പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണു ഈ ചെല്ലച്ച. I cannot live without brain works. Sherlock Holmes. വായിക്കാനും സമ്മതിക്കൂല. വരണേ. എന്തര്? എത്തിയാ ഞാൻ ഇവിടെ 5 പൊരിച്ചമീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വന്ന് നോക്കിയപ്പോ 4 എണ്ണേ ഉള്ളൂ. ഒരെണ്ണം അവിടെ പോയി. അത് എന്റെ അടുത്ത് എന്തിനു ചോദിക്കണ? പിന്നെ അടിച്ചു മാറ്റി കഴിച്ചെടുത്തല്ലോ. പിന്നെ ആർക്ക് ചോദിക്കാൻ? ഞാൻ ഭാവിയിൽ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഞാൻ അടിച്ചു മാറ്റിന്നാ. ഡിറ്റക്റ്റീവ് ആയില്ല, ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. ആ വേളയിൽ നിനക്ക് അടിച്ചു മാറ്റാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. അമ്മ, ഡോണ്ട് സ്പോയിൽ മൈ കരിയർ. അത് തന്നെ. കരിച്ചട്ടിയിൽ നല്ല ശുദ്ധമായ ഓയിലിൽ പൊരിച്ചു വെച്ചിരുന്നാണ് എന്റെ പൊരിച്ചമീൻ. ഓ ഗോഡ്, എന്തായാലും ഞാനല്ല അത് എടുത്തത്. എനിക്ക് എന്റെ ആവശ്യമില്ല. ഞാൻ സ്റ്റോർ റൂമിൽ വെച്ചിരുന്ന 3/4 ഭാഗം മിക്സ്ചർ നീയല്ലേ എടുത്ത് കഴിച്ചത്? അത് ഞാൻ തന്നെ. ഇന്നലെ രാത്രി 12 മണിക്ക് ഞാൻ കഴിക്കാൻ വെച്ചിരുന്ന വെട്ടുകേക്ക് നീയല്ലേ എടുത്ത് കഴിച്ചത്? അത് ഞാൻ തന്നെ. അപ്പൊ ഇന്ന് രാവിലെ ആരും അറിയാതെ ഞാൻ വെച്ചിരുന്ന പൊരിച്ചമീൻ നീയല്ലേ എടുത്ത് കഴിച്ചത്? അത് ഞാൻ തന്നെ. ഇത് ഞാനല്ല എടുത്തതെന്ന് തെളിയിച്ചാ എനിക്ക് എന്ത് തരും? ഈ ഇരിക്കുന്ന ബാക്കി 4 പൊരിച്ചമീൻ നിനക്ക് സ്വന്തം. ഇത് ജലജാമ്മയുടെ രാജകൽപ്പന. ഓക്കേ. നിങ്ങൾ രാവിലെ മീൻകാരൻ്റെ 5 മീൻ തന്നെ വാങ്ങിച്ചത്? അതിനെന്തൊരു സംശയം? 5 എണ്ണം തന്നെ വാങ്ങിച്ചത്. എനിക്ക് നല്ല ഓർമ്മ ശക്തിയും കൂർമ്മ ബുദ്ധിയും ഉള്ളത് തന്നെ. അതാ 4 എണ്ണം വാങ്ങിച്ചത്. ചേച്ചി അയലുണ്ട്, മത്തിയുണ്ട്, ചൂരയുണ്ട്. ഏതെടുക്കട്ടെ? നീ മത്തിയെടു. ചേച്ചി 10 എണ്ണം എടുക്കട്ടെ? 10 ഒന്നും വേണ്ട, 5 എണ്ണം മതി. ഒരിക്കാനാണ്. വാ നേരെ ചേച്ചി. നല്ല നാറ്റം. കൃത്യം 5 എണ്ണം തന്നെ നിങ്ങൾ വാങ്ങിച്ചത്? അത് തന്നെ. അവൻ മീനോടെ പോയി. നീ പൂച്ച എങ്ങാനും? പൂച്ച? നിങ്ങൾ പൊരിച്ചത് അടച്ചല്ലേ വെച്ചിരുന്നത്? ഞാൻ അടച്ചു വെച്ചിട്ടാണ് പോയത്. തിരിച്ചു വന്നത് പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണു ഈ ചെല്ലച്ച. ഞാൻ തിരിച്ചു വന്നപ്പോഴും പാത്രം അടച്ചു തന്നെ ഇരുന്നത്. ഞാൻ തുറന്നു നോക്കിയപ്പോഴാണ് അതിന്റെ തോരണം ഇല്ലാതിരുന്നത്. അപ്പൊ പൂച്ചയല്ല എടുത്തത്. കാരണം പൂച്ച അടപ്പ് തുറന്ന് തിന്നിട്ട് ആ അടപ്പ് തിരിച്ചടച്ച് വെക്കൂലല്ല. പറയാൻ പറ്റൂല, നമ്മളെ സ്ഥലത്തെ പൂച്ചയല്ലേ. തുറന്നു അടച്ചു വെക്കാൻ സാധ്യത ഉണ്ട്. അല്ല അമ്മ, ഇതെടുത്തത് മനുഷ്യൻ തന്നെ. മനുഷ്യന്മാരാ? യെസ്. നമ്മുടെ വീട്ടിൽ ആകെ ഉള്ളത് 4 പേർ. അതിൽ നമ്മൾ 2 അല്ല എടുത്തിട്ടുള്ളതെന്ന് ഉറപ്പാണ്. ഇനി സംശയ നിഴലിലുള്ളത് ആ 2 പേർ മാത്രം. അപ്പൊ മക്കളെ നീ പറഞ്ഞു വരുന്നത്? അതെ അമ്മ, അമ്മയുടെ ഊഹം ശരിയാണ്. സസ്പെക്ട് നമ്പർ 1 ഓരഗ്, യുവർ ഹസ്ബൻഡ്, മൈ ഫാദർ. സസ്പെക്ട് നമ്പർ 2 മഹേഷ്, യുവർ സൺ, മൈ ബ്രദർ. നിന്റെ ഭാവം മട്ടും പറച്ചിലൊക്കെ കേട്ടാ തോന്നും അവരേതോ കൊലക്കുറ്റം ചെയ്തിട്ട് ഒളിവിൽ പോയി കഴിയണ കണക്കാണല്ല. ഡിറ്റക്റ്റീവ്സ് എപ്പോഴും അങ്ങനെയാണമ്മ. കേട്ടിട്ടില്ലേ ഷെർലക് ഹോംസിനെ പറ്റി? ഇല്ല, ഞാൻ ദേശായ കുടുംബത്തിലെ ഉർമിളയെ പറ്റിയേ കേട്ടിട്ടുള്ളൂ. എന്താണ് അനിയനും അമ്മയും കൂടി വീട് ബോംബിട്ട് തകർക്കുള്ള പരിപാടി അല്ലേ? ഹലോ ചേട്ടാ. ഹലോ അമ്മ, നിങ്ങളെ മീൻ കട്ടക്കള്ളൻ യവൻ തന്നെ. തെണ്ടി, നീയാണല്ലേ? നിനക്ക് ഇനി ഉച്ചയ്ക്ക് പൊരിച്ച മീനില്ല. നിങ്ങൾ എന്തൊക്കെ പറയണോ? ഞാനൊന്നും അല്ല. ഞാനല്ല. മക്കളെ, ഈ തെണ്ടിയുടെ അടുത്ത് നിനക്ക് എങ്ങനെ മനസ്സിലായി? യവൻ വന്നപ്പോ അമ്മ ശ്രദ്ധിച്ചില്ലേ? പല്ലിൽ എന്തോ ഒട്ടിപ്പിടിച്ചിട്ട് ഇളക്കി കളയാൻ ശ്രമിക്കുന്നത് പോലെ. ദാറ്റ് മീൻസ് യവൻ എന്തോ കഴിച്ചിട്ടുണ്ട്. എന്താണ് അനിയനും അമ്മയും കൂടി വീട് ബോംബിട്ട് തകർക്കാനുള്ള പരിപാടി തന്നെ? പക്ഷെ അപ്പോഴും ഞാൻ യവനാണ് എടുത്തതെന്ന് ഉറപ്പിച്ചില്ല. അത് ഉറപ്പിക്കാൻ വേണ്ടി യവന് ഞാൻ കൈ കൊടുത്തു. ആ കൈ ഞാൻ മണപ്പിച്ചു നോക്കി. ഹാൻഡ് വാഷിന്റെ മണം. ഹലോ ചേട്ടാ. ഹലോ. പ്രളയ
Arrogant. Idiot. കുളിക്കുമ്പോ പോലും സോപ്പ് ഉപയോഗിക്കാത്ത യവൻ ഇന്ന് ഹാൻഡ് വാഷ് ഉപയോഗിച്ചിരിക്കുന്നു. ഫൈനലി ഹീ ഈസ് ദ കൾപ്രിറ്റ്. നോ, ഞാനല്ല. കട്ട് കഴിച്ചത് ഉള്ളത് തന്നെ. പക്ഷേ അത് പൊരിച്ച മീനല്ല ഞാൻ കഴിച്ചത്. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നേ. അപ്പൊ സ്റ്റോർ റൂമിൽ നോക്കിയപ്പോൾ ഇന്നലെ ശാരദാമി കൊണ്ടുവന്നേ അരവണയും പൊരി ഇരിക്കുകയാണ്. അതെടുത്ത് കഴിച്ച് പൊരി കഴിച്ചപ്പോൾ ഇതിൻ്റെ ഇടയിൽ കയറി. അതാണ് ഇങ്ങനെ ആക്കിയ. മണം പിടിക്കാതിരിക്കാൻ വേണ്ടി ഹാൻഡ് വാഷ് ഉപയോഗിച്ച്. അല്ലാതെ മഹേഷ് പൊരിച്ച മീൻ കണ്ടിട്ടില്ല. മക്കളെ, യവനില്ലെങ്കിൽ പിന്നെ then, ഹോ. സസ്പെക്ട്സ് ലിസ്റ്റില് ഒരാൾ കൂടി ഉണ്ടല്ലോ അമ്മ. ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ. ഹലോ ഗൈസ്. പതിവില്ലാതെ എന്താടാ മക്കളെ എന്നുള്ള ഡയലോഗില്ല. അതിനർത്ഥം എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛൻ. അപ്പൊ നിങ്ങളാണ് എന്റെ പൊരിച്ചത് എടുത്തതല്ലേ? പൊരിച്ച മീനാ? ഞാനൊന്നുമല്ല. എനിക്കെന്തിനത്? അച്ഛൻ കള്ളം പറയുന്നുണ്ട്. അത് നിനക്കെങ്ങനെ അറിയാം? നിങ്ങളാണല്ലേ എന്റെ പൊരിച്ച മീൻ കട്ടയെന്ന് അമ്മ ചോദിച്ചപ്പം അച്ഛൻ നന്നായിട്ട് വേർക്കുന്നുണ്ട്. പൊരിച്ച മീനാ? ഞാനൊന്നുമല്ല. എനിക്കെന്തിനത്? ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട്. കണ്ണുകളുടെ ചലനം നോട്ട് ആസ് യൂഷ്വൽ. അതിപ്പോ അച്ഛൻ നമ്മളെ കാണാൻ തുടങ്ങി അന്ന് തൊട്ടേ അച്ഛന് ചെറിയൊരു കളലക്ഷണം ഉണ്ട്. അത് പ്രകൃതമാണ്. അത് വലിയ സംഭവമല്ല. പോയിന്റ്. നിർത്ത് ജലജെ, നീയും കൂടെ ഉള്ളപ്പോഴല്ലേ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് കൊളസ്ട്രോൾ കൂടുതലാണ്, വെളിച്ചെണ്ണയിലൊന്നും കഴിക്കല്ലേ എന്ന്. അന്ന് നിർത്തിയതാണ് ഞാൻ ഈ കരിച്ചതും പൊരിച്ചതൊക്കെ. അത് ശരിയാണല്ലേ? കൊളസ്ട്രോൾ മാത്രമല്ല, ഷുഗർ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. ആ അച്ഛനാണ് ഇന്നലെ അരവണ ഇരുന്ന് കഴിച്ചത്. അതന്ന് എനിക്ക് ഷുഗർ കുറഞ്ഞുപോയി. ലോ ഷുഗർ അന്ന് ഹൈ ആക്കാൻ വേണ്ടി ചെയ്ത പരിപാടി. ഹെൽത്ത് മാറ്റേഴ്സ്. ഒരു ടിൻ അരവണ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഷുഗർ ലെവൽ. ഇതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ കഷ്ടപ്പെട്ട് പൊരിച്ചു വെച്ചിരുന്ന മീൻ ആരെടുത്ത് കഴിച്ചു? ഐ വാണ്ട് ക്വസ്റ്റ്യൻ. ഞാനല്ല. ഞാനും അല്ല. ഞാനും അല്ല. അപ്പൊ പിന്നെ ഞാനായിരിക്കും എടുത്തത്. ആയിരിക്കും. വേണ്ട, ഭർത്താവെന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. ഓ, അല്ലെങ്കിൽ പിന്നെ നീ ഒന്നും എന്നെ ഭർത്താവ് എന്നാണല്ലേ വിളിക്കണത്? എന്നാലും ഞാൻ തേങ്ങ പൊരിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ എന്റെ പൊരിച്ച മീൻ എവിടെ? പറയടി. ആ ചേച്ചി, ഞാൻ നേരത്തെ മുളക് പൊടി എടുക്കാൻ വന്നപ്പോഴേ തിന്നടച്ചു വെച്ചാന്നൊരു സംശയം. ഒന്ന് നോയിക്കോളണേ. വാ വാ വാ. ആര് വിളിച്ച? സന്ദ്രി. ഓ, ചന്ദ്രിമാമി ഇവിടെ വന്നായിരുന്ന? ഓ, ഞാൻ വെളിയിൽ തേങ്ങ വെച്ചോണ്ടിരുന്നപ്പോഴേ അവള് വന്ന് മുളക് കയറി എടുത്തിട്ട് പോയായിരുന്നു. അമ്മ ഇന്ന് രാവിലെ ഇവിടെ നടന്നത് വിശദമായിട്ടൊന്ന് പറഞ്ഞാണ്. ഞാൻ വെളിയിൽ തേങ്ങ വെച്ചോണ്ട് നിൽക്കായിരുന്നേ. അപ്പൊ ചന്ദ്രി വന്ന്. ചേച്ചി, മുളക് പൊടി ഉണ്ടാ? ഓടി, നീ കയറി എടുത്തോ. വാ. എന്നിട്ട് അവൾ എന്റെ അടുത്ത് പോണേച്ചിന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോയി. ചേച്ചി, ഞാൻ പോണേ. ഓടി. ചന്ദ്രിമാമി പോണെന്ന് പറഞ്ഞപ്പം അവരെന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് ചെയ്തതായി അമ്മ ശ്രദ്ധിച്ചായിരുന്ന? അതിപ്പോ എന്തൊരു ആലോചിക്കണ? അതിന്റെ അർത്ഥം നിനക്കറിയാമോ? സസ്പെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനമല്ലേ? വിദ്യാഭ്യാസം ഇല്ല മക്കളെ, പറഞ്ഞോട്. നിങ്ങൾക്ക് പിന്നെ അറിയാല്ല. എനിക്ക് കന്നഡ ഉറുദു ഒന്നും വശമില്ല. അമ്മ, അതിനർത്ഥം സംശയാസ്പദമായി. അത് കമോണമ്മ, യു ക്യാൻ. ചേച്ചി, ഞാൻ പോണേ. അവള് പോണെന്ന് പറഞ്ഞപ്പം അവള് വല്ലാണ്ട് വിയർക്കുന്നുണ്ടായിരുന്നേ. ചൂടൊക്കെ അല്ലേ? ചുമ്മാതിരിയടാ. പിന്നെ അവള് ചുണ്ടിലെന്തോ പറ്റിയപ്പം നമ്മള് തുടയ്ക്കൂലേ, അതേപോലെ ഷോൾ വെച്ച് തുടയ്ക്കുന്നുണ്ടായിരുന്നു. കൈ നൈറ്റിയിൽ തുടയ്ക്കുന്നുണ്ടായിരുന്നു. മക്കളെ, ഇതിന്റെ അർത്ഥം എന്താടാ? അച്ഛനൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛാ, അമ്മ, ചേട്ടാ, ഇവിടെ നടന്നത് ഒരു സാധാരണ മോഷണമല്ല. ഇറ്റ്സ് എ വെൽ ക്രാഫ്റ്റഡ് തെഫ്റ്റ്. നിങ്ങളുടെ പൊരിച്ചമീൻ എടുത്തത് വേറെ ആരുമല്ല, നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് ചന്ദ്രിമാമി. അവളാ?
കഥ ഇങ്ങനെയാണ്. രാവിലെ നിങ്ങൾ മീൻകാരൻ്റെ കയ്യിൽ നിന്ന് മീൻ വാങ്ങാൻ നിൽക്കുന്നു. ആ സമയം ചന്ദ്രിമാമി അവിടേക്ക് വരുന്നു. ഇന്ന് നല്ല മീൻ വാങ്ങണം. 10 വേണ്ട, 5 മതി, പൊരിക്കാനാണ്. വാ വാ. മീൻ പൊരിക്കാനാണെന്നുള്ള കാര്യം അവരവിടെ വെച്ച് കേൾക്കുന്നു. ആ നിമിഷം മുതൽ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന മീൻ കക്കുന്ന കണ്ടം പൂച്ചയായി അവർ മാറി. മുളകുപൊടി എടുക്കാനെന്ന വ്യാജേന അവർ വീടിനകത്ത് കയറി. തിരിച്ചിറങ്ങാൻ നേരം ആ പൊരിച്ച മീൻ്റെ മണം അവരുടെ മൂക്കിൽ തുളച്ചു കയറി. നിങ്ങൾ പുറത്താണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവരതിൽ നിന്ന് ഒരു പൊരിച്ച മീൻ എടുത്ത് കഴിച്ചു. എവിടെയും ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിയുമെന്ന് പറയുന്നത് വെറുതെയല്ല. അവരിറങ്ങാൻ നേരം ഈ ഗ്രില്ലടച്ചത് പൊരിച്ച മീൻ എടുത്ത ആ കൈ കൊണ്ട് തന്നെയാണ്. മക്കളെ, ഇതിന്റെ അർത്ഥം എന്താടാ? അച്ഛനൊന്നും മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഗന്ധം ഇപ്പോഴും ഇതിലുണ്ട്. ഇത് മറയ്ക്കാൻ വേണ്ടിയാണ് അമ്മ പറഞ്ഞതുപോലെ അവർ ഷോള് കൊണ്ട് ചുണ്ടു തുടച്ചതും കൈ നൈറ്റിയിൽ തേച്ചതും. പഠിച്ച കള്ളി തന്നെ. അങ്ങനെയൊന്നും പറയരുത്. അവക്ക് ഇവിടെ കയറി എന്ത് കഴിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഓ, ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ നീക്ക് വല്ലതും ആയിരിക്കണമായിരുന്നു. അടുപ്പിലെ വിറവിന് വരെ ഞാൻ നിന്നെയൊക്കെ വെട്ടിപ്പൊളന്ന് വെച്ചേനാ. നിങ്ങളെ താങ്ക് യു മകനെ. അറിയില്ല, നിന്നെപ്പോലെ ഒരു മകനെ ജന്മം നൽകിയതിന് എനിക്ക് അഭിമാനമുണ്ട്. കാരണം നീ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്കും അഭിമാനമുണ്ടടാ. ഒരുപാട് നന്ദി. എടാ മൂത്ത മകനെ. എന്താച്ചാ? ഇന്ന് നല്ല മീൻ വാങ്ങണം. അല്ലെങ്കിൽ ഇന്ന് മീൻ വാങ്ങണം. മുളകും പുളിയും എവിടെയാ പോരെ, വെറുതെ എന്തിന് പൈസ കളയണ? ചേച്ചി, മുളക് പൊടി ഉണ്ടാ? ഓടി നീ കയറി എടുത്തോ. ഇത് എന്നെ മുളക് പൊടി. ചേച്ചി ഞാൻ പോണേ. ഓടി. മുളക് പൊടി നക്കണ്ടേയിരുന്നു. നല്ല അരവണ. പൊരിച്ചബി. വേണോ അച്ഛാ? 4 എണ്ണം എടുത്ത് തിന്നാല, വേറെ ആരെയും മണ്ടയിൽ എടുത്ത് വയ്ക്കാം. എടാ, മോഷണം നടത്തി കഴിക്കുമ്പോ മുച്ചോട് മുറിപ്പിക്കല്ലേ. ഒരെണ്ണം എടുത്ത് 2 പേരും കഴിച്ചല്ല, അതും മതി. പെട്ടെന്ന് വാ, അമ്മ കാണും. മക്കളെ, ഇതിന്റെ അർത്ഥം എന്താടാ? അച്ഛനൊന്നും മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഗന്ധം ഇപ്പോഴും ഇതിലുണ്ട്. കേസ് അന്വേഷിച്ചത് നിന്റെ അനിയൻ പൊട്ടൻ കിണാപ്പനായോണ്ട് നമ്മളെ രക്ഷപ്പെട്ടു. അപ്പൊ അടുത്ത വരവിന് കാണാം മക്കളെ. See you soon. Bye.